നമ്മൾ എന്തെങ്കിലും തന്നെ വെറൈറ്റി ചെയ്താൽ മാത്രമേ നമ്മളെ ഒരാള് നോക്കത്തുള്ളൂ. അല്ലെ നമ്മൾ ആരും മൈൻഡ് ചെയ്യത്തില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ ഒരു ഷർട്ടും പാന്റും നടന്നു, അപ്പുറത്തുള്ളവൻ ഒരു ഹുഡി മുടി ഇത്തിരി കളർ ചെയ്ത് ഇത്തിരി ഒരു ഇതിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഷർട്ടും പാന്റും ഇട്ട ആൾക്കാരെ നോക്കുക, അത് ഇപ്പുറത്ത് നല്ല അടിപൊളിയായിട്ട് അല്ലെ മോഡലായിട്ട് നടക്കുന്ന ചെക്കനാണോ നോക്കുക? നിങ്ങൾ തന്നെ പറ. ചേട്ടാ എല്ലാം സുഖമായിരിക്കുന്നു, എല്ലാവരും അടിപൊളി, സൈർ അടിപൊളി പോയിരുന്നു. ഇതാണ് സംഭവം. അല്ലാണ്ട് അതിൽ എക്സ്ട്രാ സംഭവങ്ങളൊന്നും ഫിറ്റ് ചെയ്യാനില്ല. അപ്പൊ ദയവ് ഇത് ഈ സഫയുടെ കാര്യമൊക്കെ എന്റെ ചോദിക്കുന്ന സമയത്ത് ദയവ് ഇത് എനിക്ക് അറിയത്തില്ല, എന്റെ അടുത്ത് തോന്നിട്ടൊന്നും പറയല്ലേ. ഓക്കെ. പിന്നെ ഇവരുടെ കാര്യം എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ ആസ് എ ആർട്ടിസ്റ്റ് ഞാനല്ല. ഇപ്പൊ അടുത്ത ഒരു റീൽ ഇപ്പൊ വേറൊരു ഫ്ലെക്സായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരാളായിട്ട് ചെയ്യും. ഞാൻ ഇയാളായിട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ. നല്ലത് ചെയ്യുമ്പോൾ നെഗറ്റീവ് പറയാൻ ഒരുപാട് സീരിയസ്ലി പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. അലു ബ്രോ ഞാൻ അയച്ചിട്ടുണ്ടോ? ഓക്കെ നോക്കാട്ടോ. ഫുഡ് കഴിച്ചോ? രാവിലത്തെ ഫുഡ് കഴിച്ചടാ. ഓക്കെ. ഹായ് ചേട്ടാ ചേച്ചി എല്ലാവർക്കും നാട്ടിൽ മതി നോർത്തോ? ഒക്കെ ഇങ്ങോട്ട് നോക്ക്. ഓക്കേടാ, പറ. അപ്പൊ ഇത്രേ ഉള്ളു ഗൈസ്. ഇഷ്ടമുള്ളത് ചെയ്ത് ഇഷ്ടമുള്ള ലൈഫ് പോലെ അത്രേ ഉള്ളൂ. നമുക്ക് ലൈഫിൽ വളരെ കുറച്ച് ടൈമുള്ളൂ. എന്തിനു ഈ കാണാത്ത ആൾക്കാരനെ കയറി തെറി പറഞ്ഞിട്ടും കമന്റ് ചെയ്തിട്ട് എന്ത് നേടുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ ഇതിൽ ബാഡ് കമന്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നതാണ്. തെറ്റ് എന്റെ ഭാഗത്താണ്. നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഈ കമന്റ് ബോക്സിൽ കമന്റ് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരാള്, ഒരിക്കലും ഒരു നോട്ടം കൊണ്ട് പോലും നമ്മളെ വേദനിപ്പിക്കാത്ത ഒരാള്, അവരുടെ കമന്റ് ബോക്സ് കേട്ട് എടാ നായിന്റെ മോനെ അല്ലെങ്കിൽ എന്റെ മറ്റവന്റെ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമന്റ് ചെയ്യും. ഓരോ ആൾക്കാർ കമന്റ് ചെയ്യും. എന്തിന് ഗൈസ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആൾക്കാർ നിങ്ങൾ എന്തിനു ഇങ്ങനെ കിടന്ന് കമന്റ് ചെയ്യുന്ന കാര്യം? എന്താണ് ഇവർക്കൊന്നും വയ്യേ അല്ലെ? ആദ്യം ഇവർക്കൊന്നും വയ്യേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിധി ഹായ്. ഈ റീല് റീലൊക്കെ സെറ്റ് 2 ദിവസം കഴിഞ്ഞ് പുതിയ കൂടി വരുന്നുണ്ട്. ചേട്ടന്റെ സ്ഥലം? എന്റെ സ്ഥലം പാലക്കാടാടാ. ഞാന് എന്തുകൂടാ സ്ഥലം പാലക്കാട്, വർക്ക് ചെയ്യുന്ന കൊച്ചി. ഹെയർ കുറച്ച് കുറയ്ക്കും. ഹെയർ വെട്ടണടാ. ഞാൻ എണ്ണ ഇടാത്തോണ്ടേ മുടി വെട്ടണം. മുടി വെട്ടണം. മുടി താടിയൊക്കെ എല്ലാം ഷേപ്പാക്കാറേ. ഞാൻ കൊച്ചി വർക്ക് ചെയ്യുന്ന കൊച്ചിയിലാ. മറ്റുള്ളവരെ കെയർ ചെയ്യേണ്ട ആവശ്യം നമ്മൾ നമ്മുടെ കറക്റ്റ് ദുസ്തികൾ പറഞ്ഞ കറക്റ്റ് ആണ് ഗൈസ്. നല്ല പേര്. ഹലോ ഹായ് മഞ്ജു, സുഖാണ്? സുഖായിട്ടിരിക്കും. ഓക്കെ ഗൈസ്. ഇപ്പൊ അവിടെ ഞാൻ റൂമില്. ഞാൻ ചെന്നൈ. അസ്തഫറുള്ള എല്ലാവർക്കും നല്ല തരത്തിന് അല്ലാ പഠിച്ചവനെ. ഗൈസ് ഇതിന്റെ കാര്യം അസ്തഫറുള്ള പറഞ്ഞപ്പോഴൊരു കാര്യം പറയാൻ വന്നു. ഇതില് ലാസ്റ്റ് ചെയ്തതില് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് എന്താണെന്നറിയോ? നോമ്പുള്ള സമയത്താണോ ഇവള് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്? നോമ്പുള്ള സമയത്താണോ ഇങ്ങനെ തട്ടോടാണ്ട് നടക്കുന്നത്? നോമ്പുള്ള സമയത്താണോ ഈ റീല് ചെയ്യുന്നത്? ഈ നോമ്പെടുക്കുന്ന ആൾക്കാരായിട്ട് പറയുന്ന കമന്റ് ആണ്. ഞാൻ നോക്കിയപ്പോ ഓരോ ആൾക്കാരുടെ പേര് ഫാത്തിമ, അൻഷാദ്, അതുപോലെ എന്താ സുക്കൂർ. ഇവര് ഇപ്പുറത്ത് നോമ്പെടുത്തിട്ട് ഇപ്പുറത്തെ ഒരാളെ കുറ്റം പറയുമ്പോ അത് അള്ളാഹു ക്ഷമിക്കൂ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ നോമ്പെടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നോമ്പെടുക്കുന്ന ഒരാളാന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ ഒരു കമന്റ് ബോക്സിൽ കള്ള നായേ, തെണ്ടി, പട്ടി, നീ എന്താണ് എങ്ങനെ നടക്കണ്? കള്ള പന്നി, നീ ഒന്നും ഒരിക്കലും കുതം പിടിക്കില്ല, നീ എന്താ അവളുടെ അത് ശരിക്കും സത്യം പറഞ്ഞ അതൊരു നല്ല ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ആ ആൾക്കാരൊക്കെ എന്താ പറയണ്ടത്? എനിക്ക് മനസ്സിലായില്ല. മലയാളി എന്ത് പറഞ്ഞാലും പൊളിയാണ് ഗൈസ്. സീരിയസ്ലി പൊളി. ഞാൻ സത്യത്തിൽ ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് കണ്ടപ്പോ പകുതി ആൾക്കാരും ഈ ഞാൻ കാസ്റ്റ് പറയുന്നല്ലേ, മുസ്ലിംസ്, അവര് നീ നോമ്പെടുക്കാണ്ട് അങ്ങനെ നടക്കുകയല്ലേ മറ്റവളെ, നീ നോമ്പെടുക്കാണ്ട് ഇങ്ങനെ ഇവന്റെ ഒപ്പം നടക്കുകയല്ലേ മറ്റവളെ. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഫുള്ള് നോമ്പെടുക്കുന്ന ചങ്ങായി. RJ രച്ചു ഹായ് ബ്രോ. ഹായ് രച്ചു. എന്താ പരിപാടി? നോമ്പെടുത്തിട്ട് അവർക്ക് നെഗറ്റീവ് ഒക്കെ പറയാം. സീരിയസ്ലി റീൽ ചെയ്യാൻ പാടില്ല. നോമ്പെടുത്തിട്ട് നെഗറ്റീവും പച്ചത്തെറിയും പറയാം, പക്ഷെ റീൽ ചെയ്യാൻ പാടില്ല. അസ്തഫറുള്ള എല്ലാവർക്കും നല്ല തരത്തിന് ഗൈസ്. ഹലോ ഹായ് രച്ചു, പറയടാ എന്താ പരിപാടി? ഓക്കെ ഗൈസ്, തൽക്കാലം ഞാൻ പോട്ടെ. എനിക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട്. ഞാൻ കൂടുതലും കമന്റ് ആണ് വായിക്കൽ റീൽ കാണുമ്പോ. സ്വാഭാവികം ഗൈസ്. ഏട്ടാ കഴിച്ചോ? ഞാൻ കഴിച്ചോടാ. എടാ എന്റെ ഗുളിക ഞാൻ ഹലോ ഹായ്. ഓക്കെ ഗൈസ്, അപ്പൊ തൽക്കാലം ഞാൻ പിന്നെ കാണാം. തൽക്കാലം ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യട്ടെ.